പ്രൈസ് ലോർഡ്. വേദശാസ്ത്രത്തിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 4ാമത്തെ എപ്പിസോഡിൽ നമ്മൾ 5ാമത്തെ കാര്യമാണ്, 5ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. 4 വിഷയങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു. 1, വചനമനുസരിച്ചില്ലെങ്കിൽ ഇടറിപ്പോകും. 2, വചനമനുസരിച്ചില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. 3, വചനമനുസരിച്ചില്ലെങ്കിൽ നമ്മൾ വീണുപോകും. 4, വചനമനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ഒഴുകിപ്പോകും. ഇന്ന് 5ാമതായിട്ട് വചനമനുസരിച്ചില്ലെങ്കിൽ നമ്മൾ പാപത്തിൽ അകപ്പെടും എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. അതിനാധാരമായി 119 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യം വായിക്കുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു വിശ്വാസിക്ക് പാപം ചെയ്യാതെ വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ ഹൃദ്യസ്ഥമാക്കണം. ആ വചനത്തെ നമ്മൾ അനുസരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പാപത്തിൽ അകപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നിട്ട് അതിൻ്റെ 9 വാക്യം പറഞ്ഞെങ്ങനെയാണ്, ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ ബാലന് തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം സൂക്ഷിച്ച് ജീവിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചനം അനുസരിച്ചില്ലെങ്കിൽ പാപത്തിൽ അകപ്പെട്ടുവാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഇതിൻ്റെ തന്നെ 4 വാക്യം പറഞ്ഞെങ്ങനെയാണ്, നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തെ എന്തിനു വേണ്ടിയാണ് നമുക്ക് തന്നിരിക്കുന്നത്? അതിനെ കൃത്യമായിട്ട് ആചരിക്കേണ്ടതിന്. കണ്ടോ, ഒരു ദിവസം മാത്രമല്ല, ഒരു ആഴ്ച മാത്രമല്ല, ഒരു മാസം മാത്രമല്ല, കൃത്യമായിട്ട് നമ്മുടെ മരണം വരെ നമ്മൾ അനുഷ്ഠിക്കുവാൻ വേണ്ടി, ആചരിക്കുവാൻ വേണ്ടിയാണ് ഈ പ്രമാണങ്ങളെ നമുക്ക് തന്നിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ 5 വാക്യം പറയുന്നു, നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പം നമ്മുടെ നടപ്പ് സ്ഥിരതയുള്ളെങ്കിൽ മാത്രമേ, ഉള്ളതാകുന്നു എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ നമുക്ക് ആചരിപ്പാൻ കഴിയത്തുള്ളൂ. എൻ്റെ 6 വാക്യം പറഞ്ഞു, നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. കണ്ടോ, അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ലജ്ജിച്ചു പോകേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, യേശുവിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അവൻ സമൂഹത്തിലും മാന്യതയുള്ളവനായി ജീവിക്കും. കാരണം യേശുക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതോ, അപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കണമെന്നും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത്. അപ്പോൾ ആ കൽപ്പന അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കുവാനോ മറ്റുള്ളവരുമായിട്ട് പിണങ്ങിയിരിക്കാനോ കഴിയത്തില്ല. ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിച്ച ആ കർത്താവിന്റെ മാതൃക പിൻപറ്റുകയാണെങ്കിൽ നമ്മൾ സമൂഹത്തിലും മാതൃകയുള്ളവരായിരിക്കും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. അവ ദൈവകൽപ്പന അനുസരിച്ചാൽ ഒരിക്കലും നമ്മൾ ലജ്ജിച്ചു പോകേണ്ടി വരില്ല. ആ കൽപ്പന വിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും പല വിശ്വാസികളുടെ ഇടയിൽ തന്നെ പല ലജ്ജാകരമായ അവസ്ഥകൾ കടന്നു വരുന്നത്. അല്ലെങ്കിൽ എന്താണ്, ലോകജാതികളെക്കാളും മോശമായ രീതിയിൽ വിശ്വാസികൾ നടക്കുന്നതിന്റെ കാര്യം എന്താണ്? ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാത്തത് കൊണ്ടാണ്, ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തത് കൊണ്ടാണ്. എന്നിട്ട് 7 വാക്യം പറയാണ്, നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. അപ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ കൃത്യമായിട്ട് പറയാണ്, നിന്റെ നീതിയുള്ള വിധികളെ പഠിക്കണം. അപ്പൊ ദൈവത്തിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചാൽ മാത്രമേ പരമാർത്ഥ ഹൃദയത്തോടുകൂടെ നമുക്ക് ദൈവത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുള്ളൂ. പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിന് സ്തുതികൾ കരയറ്റാൻ കഴിയത്തുള്ളൂ. എന്നിട്ട് 15 വാക്യം പറഞ്ഞെങ്ങനെയാണ്, ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. കണ്ടോ, അപ്പൊ ആ പ്രമാണങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ധ്യാനിക്കുന്നവരായിരിക്കണം. എന്നിട്ട് 16 വാക്യം പറഞ്ഞു, നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. കണ്ടോ, അപ്പൊ ദൈവത്തിന്റെ ചട്ടങ്ങളിൽ, ദൈവത്തിന്റെ കൽപ്പനകൾ നമുക്കൊരു രസമുണ്ടാകണം. എന്നിട്ട് പറഞ്ഞു, നിന്റെ വചനത്തെ എന്താണ്? ഞാൻ മറക്കുകയുമില്ല. ഈ വചനത്തിൽ 119 സങ്കീർത്തനത്തില് വചനം അനുസരിക്കേണ്ടതായ ഗുണങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ 17 വാക്യം പറയുന്നത് എങ്ങനെയാണ്? ജീവിച്ചിരിക്കേണ്ടതിന്
അടിയന് നന്മ ചെയ്യണമേ, എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. അപ്പോൾ അവിടെ പറയാണ്, ജീവിച്ചിരുന്ന് ആ ദൈവത്തിന്റെ വചനം പ്രമാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അടിയന് നന്മ ചെയ്യണം, നന്മ ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം എന്ത് ചെയ്യും? അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരും. നമ്മൾ ക്ഷീണങ്ങളെ ദൈവം മാറ്റി തരും. ആമേൻ. അല്ലെങ്കിൽ വചനം കേൾക്കുവാൻ പോകുവാനുള്ള സാഹചര്യങ്ങളെ ദൈവം ഒരുക്കി തരും. ആമേൻ. അപ്പൊ അവിടെ പറഞ്ഞു, ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണം, എന്നാൽ ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കും. അടുത്തത് 18-ാം വാക്യം പറയുന്നു, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഇന്ന് പിശാച് അനേകരെ കണ്ണുകളെ കുരുട്ടാക്കി വെച്ചിരിക്കുക. ഈ രക്ഷിക്കപ്പെടാത്തവരെ കുറിച്ച് പറയുന്നത്, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുട്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ പിശാച് വചനം ശ്രദ്ധിക്കാതിരിക്കുവാൻ ഈ ലോകത്തിലെ അവിശ്വാസികളുടെ കണ്ണിനെ കുരുട്ടാക്കി വെച്ചിരിക്കുക. ആമേൻ. എന്നിട്ടും ആമേൻ, അത് തുറക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വേണ്ടും പോലെ ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവർ എന്ത് ചെയ്യാണ്? അവർക്കും പല കാര്യങ്ങളും മറക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞത്, പാസ്റ്റർ ഞാൻ എത്ര വായിച്ചിട്ട് ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണ്, പക്ഷെ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഈ വചനത്തിലെ കാര്യങ്ങളൊന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല പാസ്റ്ററെ, അതുകൊണ്ട് ഇത് വായിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ചിലർ വന്ന് വെളിപ്പാട് പുസ്തകമൊക്കെ തുറക്കുമ്പോഴേ ഉറക്കം വരുന്ന, പക്ഷെ കൃപയാൽ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിരിക്കുന്നത് വെളിപ്പാട് പുസ്തകമാണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പഠിക്കാൻ കൂടുതൽ താല്പര്യം. നമുക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഇടാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണം. അപ്പൊ നമ്മൾ ദൈവത്തിൽ പ്രാർത്ഥിക്കും, കർത്താവേ ഈ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ ഒന്ന് തുറക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ പറയണം. എന്നിട്ട് 19-ാം വാക്യം പറയാണ്, ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. കാരണം ഈ ഭൂമിയിൽ നമ്മൾ പരദേശികളാണ്. ദൈവിക കൽപ്പനകൾ, ദൈവം തന്ന കൽപ്പനകൾ മറച്ചു വെക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് അനുസരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് വെളിപ്പെട്ട് കിട്ടുവാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ 119 സംഖ്യയിൽ ഒരുപാട് കാര്യങ്ങൾ, ഇനി 32-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമാണ്. അതിന്റെ 32-ാം വാക്യം അവിടെ എഴുതിക്കുന്നത് ഇങ്ങനെയാണ്, നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. കണ്ടോ? നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് എന്ത് ചെയ്യണം? ഒരു വിശാലത വരണം. പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയത്തിലാണ് ഇടുക്കമുള്ളത്, ഞങ്ങൾ എപ്പോഴും വിശാലതയുള്ളവരാണ്. കണ്ടോ? അപ്പൊ നമ്മുടെ ഹൃദയത്തിന് എന്ത് ചെയ്യണം? ഒരു വിശാലത വരണം. 33-ാം വാക്യം പറയുന്നു, യഹോവേ നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. കണ്ടോ? അപ്പൊ യഹോവയോട് പറയാണ്, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്ത് ചെയ്യണം? എന്നെ ഉപദേശിച്ചാൽ ഞാൻ അതിനെ അവസാനത്തോളം എന്ത് ചെയ്യും? പ്രമാണിക്കും. അതുകൊണ്ട് ദൈവസഭയിൽ എന്തുകൊണ്ട് ഉപദേശമുണ്ട്. നമുക്കറിയാം, ഈ വചനങ്ങളെ നമുക്ക് 2 തിമോഥെയോസ് ലേഖനം 3-ന്റെ 16-ാം വാക്യം പറഞ്ഞെങ്ങനെയാണ്? എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ വചനം തന്നിരിക്കുന്നത്? 2 തിമോഥെയോസ് 3-ന്റെ 16, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീകമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ഈ ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. ഒന്നാമത് ഈ വചനം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. കാരണം സൽപ്രവർത്തികൾക്കാണ് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 3-ന്റെ 12 മുതൽ നമ്മൾ പഠിക്കണം. അവിടെ പൊന്നുകൊണ്ടുള്ള പണി, വെള്ളി കൊണ്ടുള്ള പണി, വിലയേറിയ കല്ലുകൊണ്ടുള്ള പണി, മരം കൊണ്ടുള്ള പണി, പുല്ലുകൊണ്ട്, വൈക്കോൽ കൊണ്ടുള്ള പണി, ഇങ്ങനെ 6 വിധമായ പണിയെ കുറിച്ച് എന്ത് ചെയ്യുന്നു? അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ പ്രതിഫല വിഭജനം അവിടെ നടക്കും. ബീമാ സീറ്റിന് മുമ്പിൽ പ്രതിഫല വിഭജനത്തിന് നമ്മൾ നിൽക്കുമ്പോൾ ഈ ഭൂമിയിൽ ചെയ്ത നീതി പ്രവർത്തികൾക്കാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. അപ്പൊ നമ്മൾ പൊന്നുകൊണ്ടുള്ള പണിയാണ് ചെയ്തതെങ്കിൽ അതിൻ്റെതായ പ്രതിഫലം നമുക്ക് കിട്ടും. വെള്ളി കൊണ്ടുള്ള പണിയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം കിട്ടും. വിലയേറിയ കല്ലുകൊണ്ടുള്ള പണിയാണ് ചെയ്തതെങ്കിൽ അതിനുള്ള പ്രതിഫലം കിട്ടും. മരം കൊണ്ടുള്ള പണിയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം കിട്ടും. പുല്ല് കൊണ്ടുള്ള പണിയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം കിട്ടും. വൈക്കോൽ കൊണ്ടാണെങ്കിൽ അതിന്റെ പ്രതിഫലം കിട്ടും. എന്ന് പറഞ്ഞാൽ പുല്ലും വൈക്കോലൊക്കെ തീയിലിടുമ്പോൾ എന്ത് ചെയ്യും? ഒറ്റ കത്ത് കത്തിയിട്ട് എന്ത് ചെയ്യും? ഒരു പിടി ചാരമായി മാറും. അപ്പോൾ അതിനൊന്നും പ്രതിഫലം കിട്ടാൻ പോകുന്നില്ല. സ്വർണത്തെ പോലെ വെള്ളിയെ പോലുള്ള പണികൾ, അല്ലെങ്കിൽ പൗലോസൊക്കെ സ്വർണം കൊണ്ടുള്ള പണിയായിരിക്കും പണിതിരിക്കുന്നത്.
കാരണം കർത്താവിന് വേണ്ടി ഒരുപാട് കഷ്ടതകൾ സഹിച്ചു, കർത്താവിന്റെ നാമത്തിന് കൊടുത്തു, കർത്താവിന്റെ നാമത്തിന് ചെയ്തു, അനേക ആത്മാക്കളെ നേടി. ഇങ്ങനെ പൊന്നുകൊണ്ടുള്ള പണിയാണ് ആ പൗലോസ് ചെയ്തത്. അതുകൊണ്ട് സ്വർഗത്തിൽ എന്ത് ചെയ്യും? വലിയൊരു പ്രതിഫലമാണ് കിട്ടുന്നത്. ആ പ്രതിഫലങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. അത് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. പ്രതിഫലം നഷ്ടപ്പെട്ടു പോയാൽ അവന് ഛേദം വരുമെന്നും നഷ്ടം വരുമെന്നും താനോ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നു. കാരണം സ്വർഗത്തിൽ എത്തിയതിനു ശേഷമായതുകൊണ്ട് ഇനി നരകത്തിൽ തള്ളുവാൻ കഴിയത്തില്ല. പക്ഷെ പ്രതിഫലമില്ലാതെ നിൽക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിൽക്കുന്ന വലിയൊരു മാനക്കേട് തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, രണ്ടുപേരും SLC എക്സാം എഴുതി, രണ്ടുപേരും പാസ്സായി. പക്ഷെ ഒരുത്തിന് എന്താണ്, മിനിമം മാർക്കേ ഉള്ളൂ, മറ്റൊരുത്തിന് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അങ്ങനെ രണ്ടുപേരും എന്ത് ചെയ്തു? പാസ്സായി എന്ന് എല്ലാവരോടും പറഞ്ഞു. രണ്ടുപേർക്കും വലിയ സന്തോഷമാണ്. അങ്ങനെ രണ്ടുപേരും റിസൾട്ട് മാർക്ക് മേടിക്കാനും വേണ്ടി പോയി. തിരിച്ചു വന്നപ്പം എല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ മാർക്ക് ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഡിസ്റ്റിങ്ഷൻ മേടിച്ചവൻ എന്ത് ചെയ്യും? പെട്ടെന്ന് അത് കൊടുത്തിട്ട് പറയും, എനിക്ക് ഇത്ര മാർക്ക് ഉണ്ടെന്ന് പറയും. പക്ഷെ മറ്റവൻ എന്ത് ചെയ്യും? കാണിക്കാൻ പറയുമ്പോൾ മറച്ചു വെക്കും. അവനും ജയിച്ചതാണ്, പക്ഷെ എന്താണ്, അവനത് കാണിക്കാൻ എന്താണ്, നാണക്കേടാണ്. അതിന് കാര്യം എന്താ? അവന് കുറച്ച് മാർക്കേ കിട്ടിയുള്ളൂ, കഷ്ടി ജയിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇതേപോലെ ആയിരിക്കും പ്രതിഫലമില്ലാതെ സ്വർഗത്തിൽ നിൽക്കുമ്പോൾ ഭയങ്കരമായൊരു മാനക്കേടായിരിക്കും. ഞാൻ സാധാരണ പറയാറുള്ള പോലെ, സൗദി അറേബ്യയില് സൗദികള് ആണുങ്ങള് വൈറ്റ് ഡ്രസ്സ് ഇടുക, പെണ്ണുങ്ങള് കറുപ്പ് ഡ്രസ്സ് ഇടുക. അപ്പൊ ഇതുപോലെ ഇരിക്കും പ്രതിഫലമുള്ളവരും പ്രതിഫലം ഇല്ലാത്തവരും തമ്മിൽ. ഞാൻ മടങ്ങി വരിക. അപ്പൊ ഇവിടെ പറഞ്ഞു, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് 1 ഉപദേശത്തിനും, 2 ശാസനത്തിനും, 3 ഗുണീകരണത്തിനും, 4 നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവരെ നമ്മളാക്കുകയാണ്. അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം? 1 ഉപദേശം വേണം, ശാസന വേണം, ഗുണീകരണം വേണം, നീതിയിലെ അഭ്യാസനം വേണം. ഇന്ന് ആർക്കും ഉപദേശം കേൾക്കാൻ താല്പര്യമില്ല, ശാസന കേൾക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കായി പോയി. ഇന്ന് ആർക്കും ദൈവവചനം വായിക്കുവാനോ അതനുസരിക്കുവാനോ താല്പര്യമില്ലാത്ത കാലഘട്ടത്തിലായി. വിശ്വാസം നഷ്ടപ്പെട്ടവരായി. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. കർത്താവ് പോലും പറഞ്ഞു, ഞാൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് തന്നെ ഡൗട്ടാണ്. കണ്ടോ? അപ്പൊ അങ്ങനെ വിശ്വാസത്യാഗം സംഭവിച്ചവരായി തുടങ്ങി. കർത്താവിന്റെ വരവാസന്നമായി. അതിന്റെ ഒരു തെളിവാണിത്. കണ്ടോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? ഈ വചനം അനുസരിക്കുമ്പോഴേ നമുക്ക് ഉപദേശം കിട്ടുന്നുള്ളൂ. ഈ വചനം കേൾക്കുമ്പോഴേ ശാസനമാകുന്നുള്ളൂ, ഗുണീകരണമാകുന്നുള്ളൂ, നീതിയിലെ അഭ്യാസമാകുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ദൈവവചനം നമ്മൾ അനുസരിച്ചില്ല എങ്കിൽ നമ്മൾ പാപത്തിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. എബ്രായലേഖനം 4:12 പറഞ്ഞു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിവചകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നു, ഈ ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഈ ദൈവത്തിന്റെ വചനം 1 ജീവൻ തരുന്നതാണ്, 2 നമ്മുടെ ജീവിതത്തിൽ ചൈതന്യം പകരുന്നതാണ്. എന്നിട്ട് പറയാണ്, ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. എന്നിട്ട് ഈ വചനം എവിടേക്കാണ് ചെല്ലുന്നത്? 1 പ്രാണനെയും, 2 ആത്മാവില്, 3 സന്ധിവചകളെ വേർപിടിവിക്കുന്നവരെ തുളച്ച് ചെല്ലുന്നതാണ് ദൈവത്തിന്റെ വചനം. പിന്നെ പറയാ, ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നു. അപ്പൊ നമ്മുടെ അകത്തളത്തുള്ള സകല പാപങ്ങളെയും മുറിച്ചു മാറ്റും. യഥാർത്ഥത്തിൽ പാപം എന്ന് പറഞ്ഞൊരു ക്യാൻസറാണ്, അല്ലെങ്കിൽ ഒരു പാമ്പാണത്. അതുകൊണ്ടാണ് കയ്യനോട് പറയുന്നു, ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ ജയിക്കണം, കീഴടക്കണം. കണ്ടോ? ഈ പാപം 4, ഒരു പാമ്പ് വീടിനകത്ത് കയറാനുള്ളപ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ വീടിന്റെ വാതിൽ തുറന്നിട്ട് കൊടുക്കുവോ? ഒരിക്കലും കൊടുക്കത്തില്ല. അതിനെ അടിച്ചു കൊല്ലും. കണ്ടോ? ഇതേപോലെയാണ് അതുകൊണ്ട് എബ്രായലേഖനത്തിൽ പറയുന്നത് എങ്ങനെയാണ്? പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെയും പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പോൾ പാപത്തിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ ഈ ദൈവവചനം നമ്മുടെ അകത്തുണ്ടാകണം. ദൈവവചനം നമ്മൾ അനുസരിക്കണം. എന്നാൽ മാത്രമേ പാപത്തിൽ അകപ്പെടാതെ സൂക്ഷിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ പറയാണ്, ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നു, ആത്മാവിനെയും പ്രാണനെയും സന്ധിവചനെയും വേർപിടിവിക്കുന്നിടത്തോളം എന്ന് പറഞ്ഞാൽ ഏത് മുടുപാപിയെയും മാനസാന്തരപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ
അവന് രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഇരിമ്യാവ് 23:29 പറയുന്നു, എന്റെ വചനം ആ തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമല്ലയോ. അപ്പൊ ദൈവത്തിന്റെ വചനം ഏത് കഠിന ഹൃദയം തച്ചുടയ്ക്കാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഏത് പാപ സ്വഭാവത്തെ മാറ്റി രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിച്ചാൽ, ദൈവത്തിന്റെ വചനം ഏറ്റെടുത്താൽ വലിയൊരു ദൈവപ്രവൃത്തി നമ്മൾ വെളിപ്പെട്ടുകൊണ്ട് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നമുക്ക് സ്വതന്ത്രരായി ജീവിക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ വചനത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വാക്കുകളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ആമേൻ. കൂടുതൽ വചനങ്ങൾ നമ്മുടെ ഈ വീഡിയോസിലുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോസും കാണണം. ആമേൻ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവം തന്ന ആലോചനകളാണ്. കഴിഞ്ഞ 22 വർഷം കർത്താവിന്റെ വേലയിൽ നിന്നു ആമേൻ. അനേക സന്ദർഭങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ദൈവസന്നിധിയിൽ വചനങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ ദൈവം ഹൃദയത്തിന്റെ അകത്തളത്തിൽ പകർന്ന ദൈവിക ആലോചനകളാണ് ഞാൻ നിങ്ങളോട് പകർന്നിരിക്കുന്നത്. ആമേൻ. അന്ത്യകാലത്തേക്ക് വേണ്ടി അന്ത്യകാലത്ത് നമുക്ക് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ നിലനിർത്തേണ്ടതിന് ആമേയാണ് ഈ ദൈവത്തിന്റെ വചനങ്ങൾ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുകയും നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ വിശ്വാസികൾക്കും ഇത് അയച്ചു കൊടുക്കണം. ഈ ലോകത്തിലുള്ള എല്ലാവരും, എല്ലാ മലയാളികളും, എല്ലാ വിശ്വാസികളും ഈ വചനങ്ങൾ കേൾക്കണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് കഴിയുന്ന എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വചനങ്ങൾ അയച്ചു കൊടുക്കുക. ഇവിടെ വചനത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ, വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി എങ്ങനെയാണ് നിൽക്കേണ്ടത്, ആ കറാച്ചുളുക്കം മാലിന്യം വാട്ടമില്ലാത്ത നിർമ്മലകന്യായി കർത്താവിന്റെ വരവിന് ഒരുങ്ങേണ്ടതായ വചനങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.